സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചർച്ച ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. ഏറ്റവും അവൈറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദി ഗ്ലാമറസ് പോസ്റ്റ് എന്ന് തന്നെ പറയാം. ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ, എങ്ങനെയാണ് എക്സാമിൽ പാറ്റേണിന് ചേഞ്ച് ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. സോ ത്രൂ ഔട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. കേരള ഹൈക്കോർട്ടിൽ ഉള്ള ഒരു ഗ്ലാമറസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിനായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 39,300 to 83,000 ആണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ തന്നെയാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രിയാണ്. എനി ഡിഗ്രി. അവിടെ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, ലോയുമായി ബന്ധപ്പെട്ട ഡിഗ്രി നിർബന്ധമാണോ? അല്ല, ഏതെങ്കിലും ഡിഗ്രി മതി. ഏതെങ്കിലും ഡിഗ്രി മതി. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 50% മാർക്ക് കമ്പൽസറി ആണ്. SC ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ആ ഒരു 50% മാർക്ക് മാൻഡേറ്ററി അല്ല. അത് മാത്രമാണ് അവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് ഡിസൈറബിൾ മാത്രമാണ്. അതായത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകളോ അല്ലെങ്കിൽ എക്സാംസോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സിലബസിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകളും ഘട്ടങ്ങളും ഒന്നും ഈ ഒരു എക്സാമിൽ ഇല്ല. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എനി ഡിഗ്രി വിത്ത് 50% മാർക്സ് ഫോർ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ PSCയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ്. ജനറൽ കാറ്റഗറിയെ പറ്റി പറയുകയാണെങ്കിൽ 18 to 36, OBCക്ക് 18 to 39 ആൻഡ് 18 to 41 ഫോർ SC ST കാൻഡിഡേറ്റ്സ്. എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്? ഒരു നോർമൽ PSC പരീക്ഷയും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തമ്മിലുള്ള സെലക്ഷൻ പ്രോസസ്സിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിലബസ് ഓൾ ദ മോർ സെയിം ആണ്. ഇവിടെ വ്യത്യാസം വരുന്നത് അതിന്റെ എക്സാം പാറ്റേണിലും അതുപോലെ തന്നെ ആ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലുമാണ്. നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ഒബ്ജക്റ്റീവ് എക്സാം സാധാരണ പോലെ തന്നെ 100 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ടാവും. അപ്പോൾ തന്നെ ആ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എന്തുണ്ടാവും? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും അവർ നടത്തും. അതിന് പ്രത്യേകമായിട്ടൊരു സമയം വേറെ വെക്കുകയല്ല ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടാവും. അത് 60 മാർക്കിലായിരിക്കും. ആൻഡ് ഫൈനലി ഒരു 10 മാർക്കിന്റെ ഇന്റർവ്യൂ. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ ഇന്റർവ്യൂവും കാണുന്നത്. അപ്പൊ ഇത് 3 ടയറാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ OMR ടെസ്റ്റ്. ഈ OMR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ PSC എക്സാംസിന് പറയുന്ന പോലെ തന്നെ 100 മാർക്കാണ് എക്സാം. 75 മിനിറ്റ് ആണ് ഇതിന്റെ ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മാർക്കും, തെറ്റാണെന്നുണ്ടെങ്കിൽ 0.25 ആണ് ഡിഡക്റ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ PSCയിൽ പറയും 0.33 ആണ് അല്ലെ? അല്ല, ഇവിടെ വരുമ്പോൾ 0.25 ആണ് നമ്മളുടെ മാർക്ക് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എക്സാം. ഇനി ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. അതാണ് ഇവിടെ മറ്റുള്ള എക്സാംസിൽ നിന്നും എല്ലാം നമ്മളുടെ ഹൈക്കോർട്ട് എക്സാമിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിന്റെ സബ്ജക്ട് വെയിറ്റേജ് തന്നെയാണ്. ജനറൽ ഇംഗ്ലീഷിനാണ് ഹയസ്റ്റ് വെയിറ്റേജ്. ഔട്ട് ഓഫ് 100 50 മാർക്സും ഇംഗ്ലീഷിന് തന്നെയാണ്. അത് കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം മുതലാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത്. അതിന് മുൻപ് വരെ 30 മാർക്ക് മാത്രമായിരുന്നു. ഇപ്പൊ ഇതൊരു 3ാമത്തെ എക്സാം ആണ് 50 മാർക്കിലേക്ക് ഇംഗ്ലീഷിന്റെ വെയിറ്റേജ് ഉയർത്തിയത്. അത് ആ ഒരു തസ്തിക അർഹിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ജോബ് റോൾ അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ 50 മാർക്സ് ആണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ഇവിടെ വരും. ഈ ഭാഗത്തല്ല ഇതിന്റെ കോംപ്രിഹെൻഷൻ വരിക. കോംപ്രിഹെൻഷൻ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിലാണ്. ഇവിടെ ഗ്രാമർ, വൊക്കാബുലറി, പിന്നെ കുറച്ച് മിസ്ലിനിയസ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഈ ഒരു 50 മാർക്കിലേക്ക് ജനറൽ ഇംഗ്ലീഷ് വരുന്നത്. ജനറൽ നോളജ് ആണ് ബാക്കി 40 മാർക്ക്. ഓക്കെ, 40 മാർക്ക് ജനറൽ നോളജിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതാണ് ഈ ഒരു 40 മാർക്കിൽ വരുന്നത്. നമുക്ക് അവിടെ കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫയേഴ്സും സയൻസ് ആൻഡ് ടെക്നോളജിയും ഒക്കെ അത്യാവശ്യം നല്ല പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഫൈനലി 10 മാർക്കിന് നമുക്ക് മാത്സും കൂടിയുണ്ട്. ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്കിനുണ്ട്. ഇതാണ് ഇവിടുത്തെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഹയസ്റ്റ് മാർക്ക് വെയിറ്റേജ് ഗോസ് ടു ഇംഗ്ലീഷ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം പാറ്റേൺ ആണ് ഇത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒബ്ജക്റ്റീവിന്റെ ആൻസർ പേപ്പർ കളക്ട് ചെയ്തതിനൊപ്പം തന്നെ അവർ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും കൂടി അങ്ങ് നടത്തും. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്ന 60 മാർക്കാണ്. റിട്ടൺ എക്സാം ആണ്. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാവും? പ്രിസി റൈറ്റിംഗ് ഉണ്ടാവും. പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3-1 സംഗ്രഹിക്കുക. അതാണ് ഈ പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ അതൊക്കെ എഴുതാനായിട്ട്.
പിന്നെ ഒരു കോംപ്രിഹെൻഷൻ പാർട്ട് ഉണ്ടാവും, അതായത് പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കും, അത് എഴുതണം. ആൻഡ് ഷോർട്ട് എസ്സേസ് ഉണ്ടാവും. മിക്കവാറും കോണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ കൂടുതലായിട്ട് വരിക. അപ്പൊ ഈ 3 ഭാഗമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ വരിക. അപ്പം ഇതിന് നമുക്കറിയാം ഏകദേശം ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയായിരിക്കും ഡിസ്ക്രിപ്റ്റീവിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒബ്ജക്റ്റീവിൽ ക്വാളിഫൈഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്കിന് അബവ് ഒബ്ജക്റ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അവർ ഡിസ്ക്രിപ്റ്റീവ് ഇവാലുവേറ്റ് ചെയ്യുക. പക്ഷെ അവിടെ ഡിസ്ക്രിപ്റ്റീവ് പിന്നെ പഠിക്കാം, ഇതുണ്ടെങ്കിലല്ലേ അത് നോക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം രണ്ടും ഒരു ദിവസമാണ്. അതാണ് ഇതിന്റെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ നമ്മൾ വരുത്തേണ്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ നമുക്ക് 10 മാർക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു ഘട്ടമാണ്. പക്ഷെ നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു പോയാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. 10 മാർക്കാണ് അവിടെ വരുന്നത്. ഇനി ഒരു PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് എങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്, 2 years ആണ്. 2025 നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത്. സോ 2027 ഏകദേശം ഫെബ്രുവരി മാർച്ചോടുകൂടി ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. ഓക്കെ, സോ അതിനുള്ളിൽ തീർച്ചയായിട്ടും എക്സാം നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്തും നടക്കും, നമ്മളുടെ റാങ്ക് ലിസ്റ്റും വരണം. സോ തീർച്ചയായിട്ടും ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇതിന്റെ കട്ട് ഓഫ്, അതോടൊപ്പം തന്നെ എത്ര പേർക്ക് ജോലി കിട്ടാറുണ്ട് എന്നുള്ളത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമ്പം ഈ ഒരു വേക്കൻസി എന്ന് പറയുന്ന ഭാഗം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നിരാശയാണ്. 40 ഉള്ളൂ, 50 ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും അഡ്വൈസ് പോയ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിന്റെ ഒരു 2 or 3 പോവാറുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. എന്താ പറയാ, അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്ങനെ നോക്കിയാലും ഒരു 2 or 3 എങ്കിലും അവിടെ എന്ത് നടക്കാറുണ്ട്, നിയമനം നടക്കാറുണ്ട്. ഇപ്പൊ നോക്കിക്കേ, 2018 മുതൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 വന്ന എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 72.67 ആയിരുന്നു. വേക്കൻസി 38 ആണ് പറഞ്ഞതെങ്കിൽ പോലും 118 കുട്ടികൾക്ക് അവിടെ അപ്പോയിന്റഡ് ആയിരുന്നു. ഇനി 2021 55 കട്ട് ഓഫ്. 130 പേർക്ക് അവിടെ നിയമനം ലഭിച്ചു. 130-നും 150-നും നമുക്ക് അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കാൻ പറ്റില്ല, എന്നാൽ പോലും 130-നും 150-നും കുട്ടികൾക്ക് അവിടെ ജോലി ലഭിച്ചിരുന്നു. 2024 നോക്കുവാണ്, ഇപ്പൊ കഴിഞ്ഞ എക്സാം നോക്കുവാണെന്നുണ്ടെങ്കിൽ 53.75 ആയിരുന്നു കട്ട് ഓഫ്. 53.75 ആയിരുന്നു കട്ട് ഓഫ്. അതോടൊപ്പം തന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ തന്നെ ഏകദേശം 85 അഡ്വൈസ് പോയി. ആ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏകദേശം 40 വേക്കൻസിക്ക് അടുത്താണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ ജനറൽ കാറ്റഗറി മാത്രം 40 നിയമനം നടക്കുകയും ടോട്ടലി ഏകദേശം 85 അപ്പോയിന്റ്മെന്റ്സ് അവിടെ നടന്നു കഴിഞ്ഞു ഇപ്പോ ഉള്ള റാങ്ക് ലിസ്റ്റിൽ. അതായത് ഓരോ വർഷം പോകും തോറും മൂവ്മെന്റ് കൂടുവാണ്, അല്ലെ? മൂവ്മെന്റ് കൂടി വരുവാണ്. അതായത് നിയമനങ്ങൾ കൂടുതൽ നടക്കുകയാണ്. ആദ്യ റാങ്കുകൾ കിട്ടുന്ന പലരും ഡെലീഷനിലും ഒക്കെ പോവാറുണ്ട്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, നിയമനം നടക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സോ നോട്ടിഫിക്കേഷനിൽ കിടക്കുന്ന കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല നിയമനം നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ വേക്കൻസീസ് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കട്ട് ഓഫും മാർക്കും ഒക്കെ കണ്ടു. നമുക്കറിയാം ഓരോ പ്രാവശ്യവും നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 53.75 ഇതിന്റെ കട്ട് ഓഫ് കിടക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്ന വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്സാമിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇംഗ്ലീഷാണ്. 2 രീതിയിലാണ് കുട്ടികൾ ഇതിനെ ഉൾക്കൊള്ളുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന കുട്ടികളുണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇതിനൊരു ഫിയർ പോയിന്റ് ആയിട്ട് കാണുന്ന കുട്ടികളും ഒരുപാട് പേരുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് കൂടുതൽ, സോ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവര്. അങ്ങനെയല്ല, ഇംഗ്ലീഷില് ഗ്രാമറും നോൺ ഗ്രാമറും ഇവിടെ നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നോൺ ഗ്രാമർ പഠിപ്പിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പ്ലിറ്റിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ വേർഡ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ബേസ് വേർഡ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. സാധാരണ പരീക്ഷയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇംഗ്ലീഷിന്റെ ഈ വെയിറ്റേജ് മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പ്ലിറ്റിംഗ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് വൊക്കാബുലറി പഠിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രാമറാണ്. ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ഷോർട്ടായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി
ഇതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ശരണിനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും ഞാൻ മതിയാകാത്ത ഒരാളാണ്. കാരണം 2021 നടന്ന എക്സാമിൽ ശരണിനെ സംബന്ധിച്ചിടത്തോളം ശരണിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നു. 23 വയസ്സായിരുന്നു ശരണിന്. ഇംഗ്ലീഷ് ആയിരുന്നു ഏറ്റവും പ്രശ്നം പിടിച്ച വിഷയവും. ബാക്കി എല്ലാ വിഷയവും ശരൺ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യും. എന്നാൽ ഇംഗ്ലീഷാണ് ഏറ്റവും ബുദ്ധിമുട്ടിച്ച വിഷയം. ശരണിനെ സംബന്ധിച്ചിടത്തോളം ശരൺ അന്ന് 40ാമത്തെ റാങ്ക് നേടി സർവീസിൽ കയറിയ ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഇപ്പോഴും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ശരണ് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും. അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇംഗ്ലീഷ് ഇവിടെ ഒരു ഫിയർ പോയിന്റ് ആയിട്ട് കാണുക വേണ്ട. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. എന്താണ് CC ഇതിൽ വ്യത്യസ്തമാകുന്നത്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് എന്താണ് CC പ്രൊവൈഡ് ചെയ്യുന്നത്? CC പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ് എക്സാം കോച്ചിങ്ങിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം കോച്ചിങ് കൂടിയാണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം കോച്ചിങ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകാനായിട്ടുള്ള ക്ലാസ്സസ് വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതുന്നതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് തരാനും നമുക്ക് പറ്റണം, വേണ്ടേ? ഓരോരുത്തരുടെ റൈറ്റപ്പും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് CCയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് 4ാമത്തെ ബാച്ചാണ്. കഴിഞ്ഞ 3 ബാച്ചുകളിൽ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്ക് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ വളരെ ഈസി ആയിട്ട് സാധിച്ചത്. കാരണം എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഒബ്ജക്റ്റീവ് പേപ്പറിന് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് കൊടുക്കുന്നു. അതിന് നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ടീമുണ്ട്. ഒരാളോ രണ്ടാളോ അല്ല, കാരണം ഇത്രയും ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ടീമുണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സക്സസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ചോദിക്കാറുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്തുകൊണ്ട് തുടങ്ങിയില്ല, എന്താ തുടങ്ങാത്ത? യെസ്, ഞങ്ങൾ തുടങ്ങുവാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ 4ാമത്തെ ബാച്ചാണ്. ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഈ ഒരു ബാച്ച് എടുക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. റാങ്ക് അത് ഷുവറാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഏറ്റവും മികച്ച റാങ്കിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തും. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, കോഴ്സിന്റെ ഭാഗമാകുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും PYQസും എല്ലാം കിട്ടുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം തന്നെ പിൻ ചെയ്യാം. ആൻഡ് ശരണിന്റെ വീഡിയോയും ശരണിന്റെയും ഗംഗയുടെയും ഒക്കെ വീഡിയോസ്, അതിന്റെ ലിങ്കും ഞങ്ങളിവിടെ പിൻ ചെയ്യാം. കാണുക, എനർജറ്റിക് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കൂടുതൽ വിവരങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇംഗ്ലീഷുമായിട്ട് ഞാനും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഫുൾ ടീം മെമ്പേഴ്സും ഉണ്ടാവും. CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിലൂടെയും അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ കാണാം. താങ്ക് യു സോ മച്ച്.